ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം 24th എടുത്ത വ്ളോഗാണ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ മാത്രമല്ല, ബില്ലും ഹാലയും എല്ലാവരും. ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരാൾ വരുന്നൊരു ദിവസമായിരുന്നു. ആൻഡ് ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിലും ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് മോർ ലൈക്ക് എ വ്ളോഗ്, ഇറ്റ്സ് എ സ്റ്റോറി അങ്ങനെയൊക്കെ നമുക്ക് പറയാം. കാരണം എൻ്റെ ഒരു ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന ഒരാളാണ് ഇന്ന് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദറാണ് വരുന്നതെന്ന്. ആൻഡ് അതിലും ഞാൻ പറഞ്ഞു എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡാണ്. അതും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റാൻഡംലി ഒരു കമൻറ്റ് എനിക്ക് വന്നു, എങ്ങനെയാണ് സിസ്റ്റർ ഹസ്ബൻഡ് ബ്രദർ ആവുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് എന്തായാലും ഇനിയുള്ള വ്ളോഗിൽ നിങ്ങൾക്ക് എനിക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് ആദ്യമേ തുടങ്ങാം. ഞാനീ പറയുന്ന കാര്യം എത്ര പേർക്ക് റിലേറ്റ് ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനത് പറയുന്നത് മനസ്സ് തുറന്നിട്ടാണ്. അപ്പോൾ റിലേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ബ്രദറിനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാം. സോ ആ പോകുന്ന വഴിക്ക് എന്തായാലും നിങ്ങൾ എൻ്റെ ഒരു ചെറിയൊരു കഥയോടെ കേട്ടോ. അപ്പോൾ കഥ തുടങ്ങുന്ന ഇവിടെയാണ്. ഞാനും എൻ്റെ സിസ്റ്ററും മാത്രമാണ് ഞങ്ങൾക്ക് സിബ്ലിങ്സ് ആയിട്ടുള്ളത്. ഞങ്ങൾക്ക് എപ്പോഴും ഒരു ബ്രദർ വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ എൻ്റെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞത് +2 കഴിഞ്ഞ ഉടനെ തന്നെ അവളുടെ നിക്കാഹ് കഴിഞ്ഞു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം കുറച്ച് ഏർലി ആയിരുന്നു കല്യാണമൊക്കെ. കാരണം നമുക്ക് പെട്ടെന്ന് നല്ലൊരു അലയൻസ് വന്നു, അങ്ങനെ കല്യാണം കഴിച്ചതാണ് അവൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ 9th പഠിക്കുകയാണ്. ഞാൻ 9th പഠിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ മാരേജ്. അന്ന് തൊട്ട് ഞങ്ങളുടെ ലൈഫിൽ ഞാൻ വാപ്പിച്ചി, ഉമ്മച്ചി, ഇത്താത്ത ഈ ഒരു ലൈഫിലേക്ക് വന്ന 5ാമത്തെ ഒരാളാണ് ഇക്കാക്ക. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ എത്രത്തോളം ക്ലോസ്ഡ് ആണ്, ഞങ്ങളെല്ലാവരും അത്രമേൽ ഫാമിലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേറ്റ് ആവാൻ പറ്റില്ലായിരിക്കും. മേ ബി ഇങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കും, എനിക്കറിയില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ഞാൻ 9th പഠിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ വെഡ്ഡിങ് നടക്കുന്നത്. 9th to 10th ആ ഒരു ടൈം പാസ് ഔട്ട് ടൈമിലാണ്. അന്നൊക്കെ ഞാൻ ചെറിയ കുട്ടി തന്നെയാണ്. അപ്പോൾ എനിക്ക് ഒരു ബ്രദർലി ഫീലിംഗ് എനിക്ക് ആദ്യമേ കിട്ടുന്നത് എൻ്റെ ഇക്കാക്കയുടെ അടുത്തു നിന്നാണ്. ആൻഡ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ആഗ്രഹങ്ങളും എനിക്ക് അന്നൊക്കെ ഡ്രസ്സിനാണെങ്കിലും നമുക്ക് ഷോപ്പിങ്ങിനാണെങ്കിലും പുറത്ത് പോകാനാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നിട്ടുള്ള ഒരാളാണ് എൻ്റെ ഇക്കാക്ക. ആൻഡ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് തുറന്ന് പറയാം. ഞാൻ എൻ്റെ സിസ്റ്ററേക്കാളും കൂടുതൽ എൻ്റെ ബ്രദറിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നൊരു റീസൺ കൂടിയാണ്, എനിക്ക് ഫ്രണ്ട്സിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന ഫാമിലിക്കാണ്. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഫാമിലി കംസ് ഫസ്റ്റ് എന്നാണ്. എൻ്റെ ഫാമിലി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എല്ലാവരുടെ ഫാമിലി അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് ഫാമിലിയാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. എനിക്ക് ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഒരു സ്മോൾ സർക്കിളേ ഉള്ളൂ. കാരണം എനിക്ക് കൂടുതൽ പുറത്ത് പോകാനും ട്രിപ്പുകൾ പോകാനും ഒക്കെ ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ഇഷ്ടം ഫാമിലിയുടെ കൂടെയാണ്. സോ അങ്ങനെ വന്ന ഒരു മെമ്പറാണ് ഇക്കാക്ക. ഇപ്പോൾ അവരെ കല്യാണം കഴിഞ്ഞിട്ട് അറൗണ്ട് 11 years 12 years ഒക്കെ ആവുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ഫാമിലിയിൽ 12 വർഷമായിട്ട് പാർട്ടായിട്ടുള്ള ഒരാളാണ്. ആൻഡ് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തന്നതും എൻ്റെ മെൻ്റലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഞങ്ങളുടെ ഫാമിലീനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തേ. അതായത് എൻ്റെ ഫാമിലി നിൻ്റെ ഫാമിലി എന്നൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ തന്നെ കാണുന്ന ഒരു സ്പെഷ്യൽ ഹ്യൂമൻ ബീങ് ആണത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന പാർട്ട്ണർ എൻ്റെ ഫാമിലീനെ അവരുടെ ഫാമിലി പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതായിരുന്നു. ആൻഡ് ഐ വാസ് സോ ലക്കി. കാരണം എനിക്കും എൻ്റെ സിസ്റ്റർക്കും കിട്ടിയിട്ടുള്ളത് അൽഹംദുലില്ലാ അങ്ങനെയുള്ള ഒരു പാർട്ട്നേഴ്സിനെയാണ്. സോ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർ ഞങ്ങളുടെ പാരൻസിനെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ഈ ഒരു ലോങ് വെയിറ്റ് എന്ന് പറയാൻ കാരണം ഇക്കാക്ക കുറേ നാളായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങൾ വന്ന് മുടങ്ങിപ്പോവും. അങ്ങനെ ഫൈനലി ഈ പ്രാവശ്യം ഞാൻ എന്തായാലും നിർബന്ധം പിടിച്ചു, എന്തായാലും ഈ പ്രാവശ്യം വരണം എന്നുള്ളത്. അങ്ങനെ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ആ ടൈമിൽ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ഒരു പ്രാവശ്യം എത്തിച്ചേരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഞാൻ ഇക്കാക്കക്ക് കൂടുതൽ റെസ്പെക്റ്റ് കൊടുക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിസ്റ്റർ മാരേജ് കുറച്ച് നേരത്തെ ആയിരുന്നു. സോ +2 കഴിഞ്ഞ ഉടനെ തന്നെ ആയതുകൊണ്ട് തന്നെ അവളുടെ എഡ്യൂക്കേഷൻ കരിയർ അതൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു. ഇനി എന്താവും അങ്ങനെയുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം എന്തായാലും അതിനൊന്നും ബാരിയർ വയ്ക്കാത്തൊരു ഫാമിലി ആണെന്ന്. എങ്കിൽ പോലും അവളുടെ എല്ലാ ഗ്രാജുവേഷനും ഈവൻ അവളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം അവൾ കുറേ പഠിച്ചിട്ടുണ്ട്, കുറേ കോഴ്സുകൾ പഠിച്ചു, മെഡിക്കൽ കോഡിങ് ചെയ്തു. ആൻഡ് ഇപ്പോൾ അവൾ വർക്ക് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ വരെ
കംപ്ലീറ്റ്ലി ഒരു പ്രശ്നങ്ങളും കൂടാതെ ഒരു ഇഷ്ടക്കേടുകളും കൂടാതെ അവളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് അവൾക്ക് നന്നായിട്ട് ഭയങ്കര ഒരു കറേജോട് കൂട്ടിയിട്ട് പറയാവുന്നൊരു കാര്യമാണ് അവളുടെ പാരൻസ് അല്ല അവൾക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്തത് അവളുടെ ഹസ്ബൻഡാണ്. ആൻഡ് അതിൽ ഞാൻ ഇക്കാലം ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് പേരെ അറിയാം, നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമ്മളെ പാർട്ട്ണറിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ടൊന്നും കിട്ടാതെ നമ്മളെ കരിയറും എഡ്യൂക്കേഷനും എല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്നവർ. സോ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ട് ഞാൻ ആലോചിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ സിസ്റ്റർക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഒരു കംപ്ലീറ്റ്ലി അവളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ട്ണറെ തന്നെ കിട്ടി. ആൻഡ് എനിക്കും അങ്ങനെ തന്നെയാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഭയങ്കരമായിട്ട് കൊടുക്കുന്ന 2 പേരാണ് ഞങ്ങളുടെ ഫാമിലിയിൽ വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫാമിലീനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വിഷമാവും, ദേഷ്യം വരും. അതിന് മാത്രമാണ് ഞാൻ കൂടുതലും റിയാക്ട് ചെയ്യാറ്. അതിന് ഞാനിപ്പോൾ ആര് പറഞ്ഞാലും റിയാക്ട് ചെയ്യും. എന്താണെന്നൊന്നും എനിക്കറിയില്ല. മേ ബി അത് എൻ്റെ ബാഡ് ബിഹേവിയർ ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ. എനിക്ക് ആകെ ഒരു വിഷമം വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലീനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് മാത്രമാണ്. സോ അതാണ് ഇന്നലെ അല്ല, റാൻഡംലി ആ ഒരു മെസ്സേജ് വന്നതിൻ്റെ ഇൻറ്റൻഷനൊന്നും എനിക്കറിയില്ല, കമൻറ്റ് വന്നതിൻ്റെ. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ പേഴ്സണലി എനിക്കൊരു വിഷമം തോന്നി. ആൻഡ് ഇന്നും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ എന്നും എൻ്റെ മൈൻഡിൽ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വ്ളോഗിൽ ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു സ്റ്റോറിയും എൻ്റെ ഒരു മൈൻഡിലുള്ള കാര്യങ്ങളും ഷെയർ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അൽക്കോ റെസ്റ്റോറൻറ്റിലായിരുന്നു. അവിടെ ടിക്കാസ് ആൻഡ് കബാബ്സ് ഒക്കെയാണ് മോസ്റ്റ്ലി നന്നായിട്ട് നല്ല ടേസ്റ്റിലുള്ളത്. ആൻഡ് അവർ ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ടിക്കയുടെയൊക്കെ കൂടെ അവർ തരുന്ന ഒരു റൊട്ടി ഭയങ്കര സ്പെഷ്യലാണ്. വേറെ നല്ല ഭയങ്കര ചൂടനായിട്ട് ഉള്ള റൊട്ടി നമുക്കിങ്ങനെ അവരിട്ട് തന്നുകൊണ്ടേയിരിക്കും. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് അവിടുത്തെ ഫുഡ്. പിന്നെ എനിക്ക് അവിടുത്തെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എഗ് ചീസാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ചീസി ഒക്കെ ഉള്ളവർക്ക് ഇഷ്ടമാവും. എനിക്കത്ര ചീസി ഒന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങൾ ആദ്യം അവിടെ നിന്ന് പോയിട്ട് ഫുഡ് കഴിക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നൈറ്റ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാം. കാരണം ഇന്നൊക്കെ വന്നുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ചൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം ഒരു പ്ലാൻ ഇട്ട് നമുക്കിങ്ങനെ മൂവിക്ക് കയറാമെന്ന്. സോ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് റീഫിൽ ക്ലബ്ബായിരുന്നു. ആൻഡ് മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്തായാലും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അടുത്ത് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണിത്. കാരണം നല്ലൊരു ആക്ഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറയാം. അടിപൊളിയായിട്ടിരുന്ന് കാണാൻ പറ്റി. ആൻഡ് നമുക്ക് 1 മിനിറ്റ് പോലും ലാഗില്ല. നമുക്ക് പടം തീരല്ലേന്നായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ. സോ അത്രത്തോളം അടിപൊളിയായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷുവർലി ഗോ ഫോർ ഇറ്റ്.
ബ്രദർ വന്നിട്ടുള്ളത് ഒരു 7 ഡേയ്സ് വെക്കേഷനാണ്. ആൻഡ് ഇറ്റ്സ് എ സെക്കൻഡ് ഡേ. നമുക്ക് ഒരുപാട് ദിവസങ്ങളൊന്നുമില്ല വെറുതെ വേസ്റ്റ് ചെയ്ത് കളയാൻ. അപ്പോൾ ഞങ്ങൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത് എവന്യൂസിലായിരുന്നു. ആൻഡ് എവന്യൂസിൽ പോയത് ബില്ലു ഉണ്ടായിരുന്നില്ല. ബില്ലുവിന് വർക്കിൽ കുറച്ച് ബിസി ആയതുകൊണ്ട് ബില്ലു ഞങ്ങൾ 3 പേരെ അവിടെ ആക്കി തന്നു. ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റും കണ്ടു ഞങ്ങൾ അവിടെ നിന്ന്. ആൻഡ് കുറച്ച് നേരമൊക്കെ നമ്മൾ ഉള്ളിൽ പോയിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് വന്നത് വേറൊന്നുമല്ല, അവിടെ വിൻ്ററായിട്ട് കുറേ ഇങ്ങനെ സ്റ്റോവ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കിഡ്സിനെ കൊണ്ടൊക്കെ പോകുന്നവരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഗെയിംസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. ആൻഡ് ഹാലാക്ക് മൂഡ് എന്തോ കറക്റ്റ് ശരിയായിട്ടുണ്ടായിരുന്നില്ല, കാരണം അവളെ ഏകദേശം ഒരു 1 hour അടുത്തേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് പോയത് മിനിസോയിലാണ്. അവന്യൂസ് മാളിൻ്റെ ഉള്ളിൽ മിനിസോ ഉണ്ട്. അറിയാത്തവർക്കായിട്ട് പറയുന്നതാണ്, കാരണം എനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബഹ്റൈനിൽ മിനിസോ ഇല്ലെന്നാണ്. അപ്പോൾ എനിക്ക് അവിടെ ചെന്ന് കണ്ടപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അവിടെ കയറിയപ്പോഴാണ് അബദ്ധം പറ്റിപ്പോയെന്ന് മനസ്സിലായത്. കാരണം ഹാലാക്ക് എന്തോ ഒരു സ്വർഗത്തിലേക്ക് ചെന്ന പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു അവൾക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അവിടെ നിന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങിച്ചില്ല, പക്ഷേ ഞാൻ എൻ്റെ സിസ്റ്റർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഹെയർ ക്ലിപ്സും കോമ്പും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഹാലായിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. 1-2 ടോയ്സൊക്കെ എടുത്തു. ഒന്ന് കാണുമ്പോൾ അടുത്തത് വേണം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഹാല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പുറത്തേക്കാണ് പോയത്. പുറത്ത് ചെന്നപ്പോൾ നമ്മൾ ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് എടുത്തു. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ബോട്ടിങ്. നമുക്ക് ഒരുപാട് കാണാനൊന്നുമില്ല, പക്ഷേ ഭയങ്കര കാം ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു 15 minutes ട്രാവൽ അത്ര തന്നെ പറയാൻ. നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എച്ച് ഹോട്ടൽ, ബഹ്റൈൻ ബേ, അങ്ങനെയുള്ള കുറേ ഫേമസ് ആയിട്ടുള്ള ഏരിയാസൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ബോട്ട് സർവീസ് അവർ കൊണ്ടുപോകുന്നത്. ആൻഡ് ഈ നൈറ്റ് കാണുമ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഈ വ്യൂ ഒക്കെ കാണാനായിട്ട്. സോ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബോട്ട് സർവീസൊക്കെ പോയി ഇങ്ങനെ നടന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.